കല്യാണ സൗഗന്ധികം എഴുതി കൊടുത്ത് ചെയ്തതാണ്. അത് എഴുതിയതാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞാൻ പാടുപെട്ടൊന്നുമില്ല. സാധാരണ നമ്മളിവിടെ ചൊല്ലുന്ന പിന്നെ ആമരക്കൊമ്പിലെ തുമ്പിലൊറ്റയ്ക്കുള്ള മാമ്പഴമാരണിക്കുകയും സൗരയൂഥത്തിൽ വിളർന്നൊരു കല്യാണ സൗഗന്ധികമാണ് ഭൂമി. വളരെ സാധാരണ നാടൻ പാട്ടാണ് എഴുതി കൊടുത്തത്. അത് വളരെ പാടുപെട്ട് ബംഗാളിയിൽ എഴുതി പഠിച്ച് നിങ്ങൾ ജസ്റ്റ് റിസൈറ്റഡ് ഫോർ മീ എന്നൊക്കെ പറഞ്ഞ് കാസറ്റ് എടുത്ത് നമ്മുടെ ഉണ്ടിൽ നിന്ന് വെച്ചിട്ട് അത്ര ബുദ്ധിമുട്ടിയാണ്. കാരണം എന്റെ ട്യൂൺ നല്ല ട്യൂണാണ്, ഇന്ത്യ മുഴുവനും എന്റെ ട്യൂൺ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഒരെണ്ണം നിങ്ങളുടെ ഒരു കവിത ചെയ്യട്ടെ എന്ന് ആശിച്ച് മോഹിച്ച് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങ് വിദൂരമായ ബംഗാളിയിൽ നിന്ന് വ്യത്യസ്തങ്ങളായിരിക്കുന്ന ശൈലീഭേദങ്ങളും ഫോണറ്റിക്സും സെമാന്റിക്സും ഒക്കെ ഉള്ള ആ ഭാഷയിൽ നിന്ന് വന്ന ആൾ പോലും ചെയ്തത്. പിന്നെ ഒരാൾ രവിയാണ്, ബോംബെ രവി. ബോംബെ രവി എന്നോട് ആദ്യമേ പറഞ്ഞു. അപ്പോൾ എം ഡിയും ഹരിഹരനും ഒക്കെ പറഞ്ഞു ചിലപ്പോൾ ബോംബെ രവിയാണ്, ഹിന്ദിക്കാരനാണ്, ചൗധരി ഇൻക സാന്തുഹോയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം മുട്ടിയ വർഷം ട്യൂൺ ഇട്ടാൽ എഴുതാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു പിന്നെന്താ നമുക്ക് ചെയ്യാം. ട്യൂൺ നമുക്ക് പറ്റുന്നതാണോ എന്ന് നോക്കണം. നമ്മുടെ മലയാള വാക്കുകൾക്ക് നമ്മളിപ്പോ കിളിക്ക് ഒരു കൂട് വാങ്ങിക്കുകയാണെങ്കിൽ പോലും കിളിയെ പിന്നെ അതിനകത്ത് കയറ്റിയിടാം. പക്ഷെ ആ കൂട് കിളിക്ക് പറ്റിയതാണോ എന്ന് നോക്കണമല്ലോ. അതല്ലാതെ കഴുകന് പറ്റിയ കൂട്ടിനകത്ത് നമുക്ക് കുരുവിയെ കയറ്റാൻ പറ്റില്ല, സുഖമാവില്ല എന്നർത്ഥം. കുരുവിക്ക് പറ്റിയ കൂട്ടിൽ ഒരു പ്രാവിനെ കയറ്റാനും പറ്റില്ല. അപ്പൊ ഈ കൂടെന്ന് പറയുന്നതും കൂടെ ഈ കിളിയുടെ ഉടമസ്ഥനെന്ന് തീരുമാനിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി, അദ്ദേഹം ട്യൂൺ ചെയ്ത് കേൾപ്പിക്കട്ടെ, നമുക്ക് ചെയ്യാം. ഈ രവി, ബോംബെ രവി എന്നോട് ആദ്യമേ പറഞ്ഞത്, ഞാൻ ഉറുദുവിലെയും ഹിന്ദിയിലെയും അതിപ്രശസ്തരായ കവികൾ സഹീർ റുബിയാൻവി മുതൽ ഇങ്ങോട്ട് മഖ്ദൂം മുഹിയുദ്ദീൻ വരെയുള്ള കവികളുടെ കൃതികൾക്കാണ്, ഹിന്ദിയിലും ഉറുദുവിലുമുള്ള കൃതികൾക്ക് മാത്രമേ ട്യൂൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കുറുബ് സാബ് നിങ്ങളുടെ മലയാള കവിത തരൂ, എന്നിട്ട് എന്നെ ചൊല്ലി കേൾപ്പിക്കൂ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതാണ് ബോംബെ രവിയുമായിട്ടുള്ള എന്റെ അനുഭവം. ഇതൊരു നല്ല അവസരമായിട്ട് തുറന്നു പറയുകയാണ്. ഒരൊറ്റ വരി പോലും അദ്ദേഹം ട്യൂൺ ചെയ്ത് തന്നിട്ട് ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയതിന് ട്യൂൺ ചെയ്തിട്ടേ ഉള്ളൂ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ നമ്പർ വേണമെങ്കിൽ തരാം, വിളിച്ച് ചോദിച്ചു. എനിക്ക് ഇങ്ങനെ പറഞ്ഞു, ശരിയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് അങ്ങനെ എന്തായാലും ഈ പാട്ടിന്റെ കുഴിയണലാണല്ലോ ഈ പുസ്തകം. അതുകൊണ്ട് ചില കുഴികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കവിത എഴുതി കൊടുക്കും. അങ്ങനെ ഒരു കവിത എഴുതി കൊടുക്കുമ്പോൾ അതൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് മൂളിത്തരും എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഞാൻ എനിക്ക് സംഗീതത്തിന്റെ അയൽപക്കത്തൂടെ പോയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മൂളുന്നത് ഇതിന്റെ അപ്പൊ അങ്ങനെ പറയും ഒരു ജന്മതാളമുണ്ട്. ആ ജന്മതാളം മനസ്സിലാക്കാനാണ്. അപ്പൊ ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ നമുക്ക് മലയാളത്തിലൊരു പാട്ടുണ്ട്, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാക്കും. ഇപ്പൊ നിങ്ങൾ മനസ്സിലായിരിക്കുള്ളൂ അതിനും തെറ്റിവിടാൻ വന്നത്. വല്ല ബുദ്ധിമുട്ടുമുണ്ട്. കാരണം ബോംബെ രവി അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അതുപോലെ നീരാടുവാൻ നിലയിൽ നീരാടിയതും അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ കേവല എനിക്ക് വരികളൊന്നും ഓർമ്മ വരുന്നില്ല, ജയേന്ദ്രൻ പാടിയ പാട്ടുണ്ട്. എല്ലാം മലയാളത്തിലെ നാടൻ ദ്രാവിഡ കവിതകളെയാണ് രീതിയിലുള്ളതാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അവസാനം വന്നപ്പോൾ ഏറ്റവും അവസാനം ചെയ്തത് സുഹൃതത്തിനാണ്. അത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ഇടിമുഴക്കം വരുന്ന ഒരു കവിത വരാൻ പറ്റുമോ? ഒരു ഇടിമുഴക്കം ഒക്കെ വൈശാലിയുടെ അവസാനം. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ, നമുക്ക് ദുന്ദുഭിനാദം എന്ന് പറഞ്ഞ് വെറും വാക്കുകൾ ഇങ്ങനെ എഴുതി വയ്ക്കുന്നു. അതുപോലും അദ്ദേഹം സംഗീതമാക്കി. ഒരു പരാതിയും ഉണ്ടായാലും തന്നെയല്ല, വളരെ സന്തോഷത്തോടുകൂടി. അപ്പൊ ഇതാണ് എന്റെ അനുഭവം. അപ്പോൾ മൊഴികളിൽ സംഗീതമായി എന്ന് ഞാൻ എഴുതിയ ഒരു കവിതയുടെ ഒരു ഭാഗം ആകസ്മികമായി ഈ രവിമേനോൻ ഈ പുസ്തകത്തിന് കൊടുക്കുകയും ഞാൻ ഈ സംഗീത ഉണ്ടാകുന്നതിന്റെ പ്രക്രിയയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വം അതിൽ അന്തർലീനമായിരിക്കുകയും അത് എന്റെ കൈകൊണ്ട് ഇവിടെ റിലീസ് ചെയ്യണമെന്ന് രവിമേനോൻ വന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഏതാണ്ടല്ല അങ്ങോട്ട് ഒത്തുവന്നതിന്റെ ഒരു സന്തോഷം, അത് കേൾക്കാൻ നിങ്ങളെപ്പോലെ വളരെ ഇതിനെപ്പറ്റിയൊക്കെ വളരെ താല്പര്യമുള്ള ആൾക്കാരെ കിട്ടിയപ്പോൾ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. അതിന്റെ അർത്ഥം വളരെ പൂർവ്വനിർണീതമായ ഒരു ഈണത്തിൽ എഴുതിക്കൂടാ എന്ന് യാതൊരു അഭിപ്രായവും എനിക്കില്ല. പൂർവ്വനിർണീതമായ മനോഹരമായ ഉദാഹരണം പറഞ്ഞാൽ ബംഗാളിയിലും ഹിന്ദിയിലുമൊക്കെ അതിമനോഹരങ്ങളായ താരാട്ടുകളുണ്ട്. താരാട്ടിന് ഒരു ഭാഷയേ ഉള്ളൂ. ഇന്ത്യയിൽ എവിടെയും ഒരു ഭാഷയേ ഉള്ളൂ. എന്തിന് ഒരു ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പോലും ഒരു കുട്ടിയുടെ മനസ്സ് ഇങ്ങനെ ഉണർത്താനുള്ള പാട്ടിനും ഒരു താളമുണ്ട്. അതുതന്നെയാണ് മലയാളത്തിൽ പ്രാവേ പ്രാവേ കൂടെവിടെ. അതൊരു അന്തർദേശീയമായ ഭാവതലമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല
ഒരു ലലബി, ഒരു താരാട്ട് ഒരാൾ ഗുജറാത്തിയിലോ പഞ്ചാബിയിലോ ഉണ്ടാക്കിയത് തന്നാലും നമുക്ക് എഴുതാൻ സാധിക്കും. ഒരു വിഷമവും ഇല്ല, എഴുതണം, അതിലൊരു വിഷമവും പറയാൻ പാടില്ല. അപ്പോൾ നല്ല ഈണങ്ങൾ തന്നാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് എഴുതാനും സാധിക്കും. പക്ഷെ ഇവിടെ പിന്നെ എന്താ പറയുക, ഒരു ഇങ്ങനെ ചിലർ പാടി പതിഞ്ഞ പോലെ ഒരു അഭിപ്രായം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ട്യൂൺ ഇടുക, എഴുതുക, എന്നിട്ട് വിളിക്കുന്നു, അതവിടെ 5 ട്യൂൺ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു, ഒരാളിരിക്കുക എന്നോടൊന്ന് പറഞ്ഞു, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, ഈ സാറിന്റെ വാക്കങ്ങോട്ട് കയറ്റിയാൽ മതി. ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കിയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ വിനയപൂർവ്വം പറയാണ്, സത്യം പറയട്ടെ, വേറൊരു പണി ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഗതികേടിന് അവിടെ ചെന്ന് നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. കാരണം ഇത് തൊഴിലായി ഏക വരുമാന മാർഗമായി സ്വീകരിച്ച ഒരു പാവം എഴുത്തുകാരനെ കുറ്റം പറയാൻ പാടില്ല, അത് എഴുതി കൊടുക്കേണ്ടി വരും. വേറെ ഒരു പണി ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട് ചിലതെന്നായി. ട്യൂണിട്ടു, ഞാൻ പറയും ട്യൂണിട്ട് എഴുതാം, പക്ഷെ ട്യൂണിട്ടു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കേട്ടുന്നത് പോലെ നിങ്ങൾ കുറച്ച് വാക്കുകളിട്ട് തന്നാൽ മതി എന്ന് പറയുന്നവർ പോലും ഉണ്ട്. അപ്പോ ചില ആളുകൾ പ്രൊഡ്യൂസേഴ്സ് അത് പറഞ്ഞാൽ പോട്ടെ, നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഈ സംഗീതത്തിലും സാഹിത്യത്തിലും ഒക്കെ കുറെ വിവരമുണ്ടെന്ന് പറയുന്നവർ അങ്ങനെ ധരിച്ചാൽ തെറ്റായതുകൊണ്ടാണ് എനിക്ക് തോന്നി ഈ കാര്യം നിങ്ങളുടെ അവബോധത്തിൽ കൊണ്ടുവരാൻ എനിക്ക് ഒരു കടപ്പാടുണ്ടെന്ന് തോന്നിയതുകൊണ്ട് മാത്രം പറയുകയാണ്. ഏതു തരത്തിലും സംഗീതം ഉണ്ടാവാം, ഏതു തരത്തിലും ഉണ്ടാവാം. കാരണം ഈ സംഗീതം എന്ന് പറയുന്നത് സാർവദേശീയമായ ഒരു ഭാഷയാണ്. പക്ഷെ ആ സാർവദേശീയമായ ഭാഷയിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ കാണുന്നത് ഒന്നാം തരം സംഗീതജ്ഞനും ഒന്നാം തരം കവിയും ഒന്നാം തരം ഗായകനും കൂടിയായിരുന്ന ഒരാളിവിടെ ഉണ്ടായിരുന്നു, ഹരീന്ദ്രനാഥ ചതോപാധ്യായ. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ പല ഇംഗ്ലീഷ് കവിതകളും അദ്ദേഹം ഭംഗിയായിട്ട് സംഗീതം ചെയ്ത് അവതരിപ്പിക്കുകയും അതേ ഈണത്തിൽ തന്നെ അദ്ദേഹം ഹിന്ദിയിലും ബംഗാളിയിലും, അദ്ദേഹം ബംഗാളിയായി ജനിച്ച ആളാണ്, അദ്ദേഹം ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള സമാധാനത്തിന് വേണ്ടിയും ലോകത്തിന്റെ മാനവികതയ്ക്ക് വേണ്ടിയുമൊക്കെ എഴുതിയിട്ടുള്ള എത്രയോ പാട്ടുകൾ, ഇപ്പോൾ മാർച്ച് 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 എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്, അത് അദ്ദേഹം ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്. പാട്ട് എനിക്ക് പാടാൻ സാധിക്കാത്തതുകൊണ്ട് കേൾപ്പിക്കുന്നില്ല. എത്ര പാട്ട്, ഇപ്പം അദ്ദേഹത്തിന്റെ ആ മിൽക്ക ചലോ മിൽക്ക ചലോ മിൽക്കേ ചലോ ചലോ ഭായ് എന്നൊക്കെ പറയുന്ന പാട്ടുകളെല്ലാം ഇംഗ്ലീഷിൽ നിന്നുണ്ടാക്കിയ ട്യൂൺസാണ്. അപ്പൊ ഇവിടെ ഇന്ന തരത്തിലെ ആകാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ മൊഴികളിൽ സംഗീതം വേണമെന്ന് പറഞ്ഞുപോയാൽ ഒരു അശ്ലീലം പറഞ്ഞു എന്ന മട്ടിൽ വാവർത്തിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മലയാളം വന്നു എന്നത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. മൊഴികളിലാണ് സംഗീതം, മൊഴികളാണ് സംഗീതമാകുന്നത്. ഇല്ലെങ്കിൽ സംഗീതത്തിന് മൊഴി വേണ്ട. പുല്ലാങ്കുഴലിന് എന്ത് മൊഴി? ലോകത്തെവിടെയും പുല്ലാങ്കുഴലിന് പ്രത്യേകിച്ച് എന്ത് മൊഴി? സ്വരങ്ങളാണ് സംഗീതത്തിന്റെ മൊഴി. സ്വരങ്ങൾ മാത്രമായി നിൽക്കുവാൻ കെൽപ്പുള്ള ഒരു കലയാണ് സംഗീതം. പക്ഷേ നമ്മളതിൽ ഈ മൊഴികൾ കൂടി ചേർക്കുമ്പോൾ, ആ മൊഴികളിൽ അത് സംഗീതം വരുമ്പോൾ, ആ സംഗീതത്തിന് പലതിലും പലതായി. ഇപ്പോൾ ഒരു വെളിച്ചം എന്ന് പറയുന്നു. ഒരു നിലവിളക്കിൽ അതൊരു പ്രത്യേക വെളിച്ചമാണ്, ഒരു ബൾബിൽ അതൊരു പ്രത്യേക വെളിച്ചമാണ്, ഒരു കക്കാട്ടി വിളക്കിൽ അല്ലെങ്കിൽ ഒരു മരോട്ടി വിളക്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു വലിയ ഒരു ട്യൂബ് ലൈറ്റിൽ അതിന് എല്ലാം വെളിച്ചമാണ്. വെളിച്ചം പലതിലും കടന്ന് ആ വസ്തുവിനെ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലേക്ക് അത് നമ്മുടെ മനസ്സിൽ ഒരു ഇല്യൂമിനേഷൻ അല്ലെങ്കിൽ ഒരു തേജോവൽക്കരണം നടത്തുന്നു. അതുപോലെ സംഗീതവും പലതിലേക്കും കടന്നു വരും. എന്തിന്? ഒരൊറ്റ വാക്കുള്ള ഒരു വിളിയിൽ പോലും പലപ്പോഴും സംഗീതം കടന്നു വരും. ഒരൊറ്റ വാക്കുള്ള വിളി, ആ ഒരൊറ്റ വാക്കുള്ള ഒരു വിളിയിൽ പോലും സംഗീതത്തിന് കടന്നു വരാൻ സാധിക്കും. ഈ വായുമണ്ഡലത്തിൽ വായു എന്നതുപോലെ ലോകത്തെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന അതിവിശിഷ്ടമായ കലകളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ കലയാണ് സംഗീതം. വാസ്തവത്തിൽ ഞാൻ ആ കല കൈകാര്യം ചെയ്യുന്നവനായില്ലോ എന്ന് ദുഃഖമുണ്ട് എനിക്ക് ആ കല കൈകാര്യം ചെയ്യാനായിരുന്നു വലിയ മോഹം. പക്ഷെ അത് നടന്നില്ല, അത് പോട്ടെ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഈ കുഴി എണ്ണിയാൽ എണ്ണണ്ട അപ്പം തിന്നാ പോരെയും ചോദിക്കുന്നത് പോലെ നല്ല പാട്ട് കേട്ട് ഇങ്ങനെ തലയാട്ടി ഇരുന്നോളുക, അതിനപ്പുറം ഒന്നും ചോദിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല. ഈ പാചകത്തിന് പോലും ഇപ്പോൾ ക്ലാസും പ്രദർശനവും ഒക്കെ ടിവിയിൽ പോലും ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ രുചിച്ച് കഴിക്കുന്ന സാധനം ഉണ്ടാക്കുന്നത്, ആദ്യം എന്ത് ചേർക്കണം, പിന്നെന്ത് ചേർക്കണം, പിന്നെ അതിന്റെ പുതിയ പുതിയ ചേരുവകളൊക്കെ തന്നെ പറയുന്നുവെങ്കിൽ ഒരു പാട്ടിന്റെ ചേരുവയെപ്പറ്റിയും മനുഷ്യൻ അറിയണമെന്ന് കൗതുകം തോന്നിയാൽ അതിൽ തെറ്റുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു ദൌത്യമാണ് രവി മേനോൻ ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം ആ ദൌത്യം ഏറ്റെടുത്ത് വേണമെങ്കിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുകയോ വഞ്ചിക്കുകയോ കളിപ്പിക്കുകയോ ചെയ്യാൻ വളരെയധികം സാധ്യതകളുള്ള ഒരു സംഗതിയാണിത്. പക്ഷേ അവിടെ രവി മേനോൻ ഈ മൂല്യബോധത്തോടുകൂടി, ഈ
ഈ പാട്ടുകൾ